അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട മക്കളെ, നല്ലൊരു പാഠത്തിൽ നമ്മളുള്ളത് കളവിനെ പറ്റിയാണ് പറഞ്ഞത്. മോഷണം നടത്താൻ പാടില്ല, ഒരാളതും മോഷ്ടിക്കാൻ പാടില്ല, ഒരാളത് സ്വത്ത് നമ്മൾ എടുക്കരുത്. പൈസയാണെങ്കിലും വസ്തുക്കളാണെങ്കിലും ഒന്നും എടുക്കാൻ പാടില്ല. അത് ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ ഏൽപ്പിക്കുക. അതല്ലാണ്ട് നമ്മൾ കളഞ്ഞു കിട്ടിയെന്നൊക്കെ പറഞ്ഞെടുക്കേണ്ടതൊന്നും ശരിയല്ല. ഒളിയാതെ ഒന്നും എടുക്കരുത്. ചിലപ്പോൾ കാണാൻ ചില കുട്ടികൾ കരച്ചിൽ. എന്തൊരു കാര്യമാണ് ഉസ്താദെ, ഞാൻ വീട്ടിൽ നിന്ന് വന്നപ്പോൾ ഉമ്മച്ചി കോഴിമുട്ട വാങ്ങാൻ വേണ്ടി 50 രൂപ തന്നിരുന്നു, ഞാൻ എൻ്റെ ബാഗിൽ വെച്ചതപ്പോൾ കാണാനില്ല. പിന്നെ ഉണ്ടാവും 2 ആൾക്കാർ ഇൻ്റർവെല്ലെല്ലാം കഴിഞ്ഞാൽ ഇങ്ങനെ വരുമ്പോൾ കുറേ ഓക്കിയും ലേസൊക്കെ കൊണ്ട് ഇങ്ങനെ വരുന്നു. ഞങ്ങൾ എടുത്തിട്ടില്ല, അതെൻ്റെ അളിയാക്ക വന്നപ്പോൾ തന്ന പൈസയാണ്. ഇങ്ങനെ കളവും പറയും. ചെയ്യരുത്. ഒരാളെ പൈസ എടുക്കരുത്. ഉമ്മാൻ്റെ കൊടുക്കരുത്, ഉപ്പാൻ്റെ കൊടുക്കരുത്, താത്താൻ്റെ ആരത് കൊടുക്കരുത്. നമ്മൾ നല്ലവരായി നല്ല കുട്ടികളായി ജീവിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ. പാഠം വായിച്ചു നോക്കിയാൽ നമുക്ക് എന്താണ് പാഠത്തിൻ്റെ ഹെഡിങ്? അൽ മുഅ്മിനു ലാ യസ്രിഖു. 3ാം ക്ലാസ്സിലെ ദുറൂസ് 2ാം ഭാഗത്തിൽ 6ാമത്തെ പാഠം. അൽ മുഅ്മിനു ലാ യസ്രിഖു. സത്യവിശ്വാസി മോഷ്ടിക്കൂല. മഖ്സൂം വിരൽ വെക്കണം വായിക്കണോടുത്തിട്ടോ. മഖ്സൂം ഗോത്രക്കാരിയായ ഒരു സ്ത്രീ കളവ് നടത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ശിക്ഷിക്കാൻ വിധിച്ചു. അവിടുന്നാണ് ജഡ്ജി ശിക്ഷിക്കാൻ വിധിച്ചു. കേസ് തെളിഞ്ഞപ്പോൾ അത് അവരുടെ ഗോത്രക്കാരെ വിഷമിപ്പിച്ചു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹഭാജനമായ ഉസാമത്ത് ബിൻ സൈദ് റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമൻ്റെ ഒരു കുട്ടിയുണ്ട്, വളർത്തുകുട്ടി സെയ്ദ് അറിയും. ആ സെയ്ദിനൊക്കെ ഒരു കുട്ടി ഉണ്ടായി, ഉസാമ അറിയും. നല്ല ഇഷ്ടമാണ് റസൂലുള്ളാഹിക്ക് ഉസാമ എന്ത് പറഞ്ഞാലും റസൂലുള്ള കേൾക്കും. അള്ളാഹ് ഇഷ്ടപ്പെടുന്ന കാര്യമാണെങ്കിൽ അങ്ങനെ സ്നേഹമാണ്. അപ്പോൾ ഈ മഖ്സൂം ഗോത്രക്കാരി പെണ്ണ് മോഷണം നടത്തി ഓള് വഷളായപ്പോൾ അപ്പോൾ ആ പെണ്ണ് കളവ് നടത്തിയപ്പോൾ ഓലാകെ നാറിയപ്പോൾ എന്ത് ചെയ്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമൻ്റെ ഇഷ്ടവാചനമായ ഉസാമനെ പിടിച്ച്, ഉസാമ നിങ്ങളൊന്ന് പോയിട്ട് പറയുമോ ചോദിച്ചു. എന്ത്? ഞങ്ങളെ മോളല്ലേ, ഞങ്ങളെ താത്തയല്ലേ എന്നൊക്കെ പറഞ്ഞു കാണുന്ന ഒരു റക്കമനിന് വേണ്ടി പറഞ്ഞയച്ചതാണ്. ശിക്ഷയിൽ കൈമുറിക്കല്ലീ എന്ന് പറയാൻ വേണ്ടിയിട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖഭാവം മാറി. ഉസാമ വന്നിട്ട് പറയും, നബിയെ, മഖ്സൂം ഗോത്രക്കാരുടെ വലിയ കുടുംബമല്ലേ, ആ മോഷണം സംഭവം ശരി തന്നെയാണ്, കൈ എന്നെ മുറിക്കണോ എന്ന് ചോദിച്ചപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖഭാവം മാറി. ശിക്ഷയിൽ ഇളവ് വരുത്താൻ നീ ആവശ്യപ്പെടുകയാണോ ഉസാമ? എന്നിട്ട് പറയാം, നിങ്ങൾക്ക് മുമ്പുള്ളവരെ നശിപ്പിച്ചത് അവരുടെ അനീതിയാണ്. എന്താണത്? മാന്യന്മാർ മോഷ്ടിച്ചാൽ അവരെ വെറുതെ വിടും, ബലഹീനർ മോഷ്ടിച്ചാൽ അവർക്കെതിരെ ശിക്ഷ നടപടി നടപ്പാക്കുകയും ചെയ്യും. ഇതാണ് അനീതി പറഞ്ഞാൽ. മാന്യന്മാരൊക്കെ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അവർക്ക് ശിക്ഷ അല്ലാണ്ട് ഒഴിവാക്കി വിടും. അല്ലെങ്കിലോ ബലഹീനന്മാർ, കഴിവൊന്നുമില്ലാത്ത സാധുക്കളൊക്കെ തെറ്റ് ചെയ്താൽ അതൊക്കെ പൊഴിച്ചുറിഞ്ഞിട്ട് നിയമം പോലെ നടപ്പാക്കുകയും ചെയ്യും. ഇത് അനീതിയാണ്. അതുകൊണ്ടാണ് മുൻഗാമികൾ നശിച്ചു പോയത്. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവാണ് സത്യം, മുഹമ്മദിൻ്റെ മകൾ ഫാത്തിമ മോഷ്ടിച്ചാലും ഞാൻ അവളുടെ കൈമുറിക്കും. എന്താ ചങ്കൂറ്റല്ലേ, അങ്ങനെ പറയാൻ കഴിയണം. എൻ്റെ മോളാ ഫാത്തിമ ആരാ? ഉപ്പാൻ്റെ ഉമ്മ എന്നറിയാം. ഉപ്പാൻ്റെ ഉമ്മ എന്ന് വെച്ചാൽ ഉമ്മാനെ പോലെ ബാപ്പാണ് നോക്കിയ മോളാണ് ഫാത്തിമ റളിയല്ലാഹു. അത്ര ഇഷ്ടമാണ് ഫാത്തിമ ബീബിന് അള്ളാഹുവിൻ്റെ റസൂലിന്.
എന്നാൽ എൻ്റെ മോള് ഫാത്തിമ മോഷ്ടിക്കൂല, അഥവാ മോഷ്ടിച്ചു എന്ന് കോടതിയിൽ കേസ് സ്ഥിരപ്പെട്ടാൽ പിന്നെ മുഹമ്മദ് ആകുന്ന ഞാൻ പിതാവ് എന്ന നിലക്ക് ഫാത്തിമക്കൊരു ഇളവൊന്നും ഞാൻ കൊടുക്കൂല. ഫാത്തിമാൻ്റെ കൈ ഞാൻ പറ്റത് അള്ളാഹുവിൻ്റെ നിയമമാണ്. കട്ടാണിൻ്റെ പെണ്ണിൻ്റെ കൈകൾ മുറിച്ചു മാറ്റിക്കൊള്ളി അള്ളാഹിൻ്റെ നിയമമാണ്. അതുകൊണ്ട് ഞാൻ അത് നടപ്പിലാക്കും മക്കളെ. മോഷണം മഹാപാപമാണ്. സത്യവിശ്വാസി മോഷ്ടിക്കുകയില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മോഷ്ടാവിനെ ജനങ്ങൾ വെറുക്കുന്നു. ഈ ലോകത്ത് അവർക്ക് നിന്ദ്യതയും അപമാനവും ലഭിക്കുന്നു. പരലോകത്ത് കഠിന ശിക്ഷയും. മോഷ്ടിക്കാൻ പാടില്ല. മോഷ്ടിച്ചാൽ ഇങ്ങനെയൊക്കെ തന്നെ അവസ്ഥ. ദുനിയാവിൽ ഇങ്ങനെ, പരലോകത്ത് അങ്ങനെ. പണം, സ്വർണം, വിലപിടിപ്പുള്ള വസ്തുക്കൾ, ഇങ്ങനെ പലതും ആളുകളുടെ കൈവശമുണ്ട്. അത് അവരുടെ സ്വത്താണ്. അവ തട്ടിയെടുക്കരുത്. അനർഹമായി കൈക്കലാക്കുകയും അരുത്. ഇസ്ലാം ജനങ്ങളുടെ സ്വത്തിനും അഭിമാനത്തിനും ജീവനും സംരക്ഷണം നൽകിയിട്ടുണ്ട്. പിന്നെ വിശ്വസ്തതയും സത്യസന്ധതയും കൈക്കൊള്ളണം. ഇങ്ങനെയുള്ളവർക്ക് മാത്രമേ അന്യൻ്റെ ധനം കാത്തു സൂക്ഷിക്കാൻ കഴിയൂ. സാധനങ്ങൾ വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും മറ്റു ഇടപാടുകൾ നടത്തുമ്പോഴും സത്യസന്ധത പാലിക്കണം. അവകാശമില്ലാതെ പണം തിരിച്ചു നൽകുകയും അവകാശമില്ലാത്ത പണം തിരിച്ചു നൽകുകയും വേണം. നമ്മൾ കടയിൽ പോയി സാധനം വാങ്ങി 100 റുപ്യ കൊടുത്തത്, പീഡിയക്കാരൻ എന്തോ ഫോണിൻ്റെ തിരക്കിലേനി, ഫോൺ സംസാരിച്ചു കൊണ്ട് കയറി. അയാൾ 500 റുപ്യ എന്ന് കരുതിയാണ് 400 റുപ്യ ബാക്കിയെന്ന്. നമുക്ക് 410 എന്ന് 90 റുപ്യക്കേ സാധനം വാങ്ങിയിട്ടുള്ളൂ, 10 റുപ്യ തരാനുള്ളൂ. 410 വന്നപ്പോൾ നമ്മൾ സന്തോഷത്തോടെ കീസിക്കിട്ട് ഉമ്മച്ചിനോട് പോയിട്ട്, ഉമ്മച്ചിയെ പീഡക്കാരന് പേച്ചിക്ക് 410 റുപ്യ ബാക്കി തന്നിക്കണ്, 100 റുപ്യ കൊടുത്തിട്ട് 10 റുപ്യ തന്നാൽ 410 തന്നിക്കണ്. ആഹ്ലാദിക്കുക. ഞാൻ ബാഗ് വാങ്ങണം, പെൻസിൽ വാങ്ങണം, ലേസ് വാങ്ങണം. അല്ലാ പാടില്ല മക്കളെ. അവകാശപ്പെടാത്തൊരു സ്വത്ത് നമ്മളെ കയ്യിൽ പെട്ടുപോയാൽ നമ്മൾ നരകത്തിലേക്ക് പോകും കേട്ടോ. ആളുകൾക്ക് പേവ് സംഭവിക്കൂ. അപ്പം നമ്മൾ മുതലെടുക്കാൻ പാടില്ല, തിരിച്ചു കൊടുക്കണം. ഇക്കാക്ക ഞാൻ തന്നത് 100 റുപ്യല്ലേ, ഇതെന്തിനാ ഇത്രയും പൈസ വെച്ച്? തിരിച്ചു കൊടുക്കണം. അപ്പം അയാൾക്ക് മനസ്സിലാകും നല്ല കുട്ടിയാണ്. അയാളെ മനസ്സിൽ നിങ്ങൾ കയറും. പിന്നെ അയാൾ മരിക്കണത് വരെ പറയും, ആ ഹുസൈൻ്റെ മോളുണ്ടല്ലോ, ആ ചെറിയ കുട്ടി നല്ല കുട്ടിയാണ്. ഉസ്മാൻ്റെ ആ ചെറുക്കണ്ടല്ലോ 3ാം ക്ലാസ്സിലെ കുട്ടി, അല്ലാ അതിനെ ഞാൻ സമ്മതിച്ചിക്കണ്, ഓന് ഞാൻ വിശ്വസ്തനായി കണ്ടിക്കണ്. പോരെ മക്കളെ സർട്ടിഫിക്കറ്റ്? അതല്ല നമ്മളെ പെരീക്ക് അയാളിങ്ങനെ വടിയും കൊണ്ട് ഇങ്ങനെ വരികയാണ്. എൻ്റെ മോനെവിടെടി, എൻ്റെ മോളെവിടെ? ഞാൻ പേച്ചിങ്ങാണ്ട് ഓന 500 രൂപ ബാക്കിയാണ് കൊടുത്ത് 100 റുപ്യ എന്നിട്ട് ഞാൻ ഒരു ഫോണിൻ്റെ തിരക്കിലേനി. ഓനെവിടെ? നമ്മൾ നിന്ന് മൂത്രം വെച്ചിട്ട് കാര്യം ഉണ്ടാകുമോ? ചെയ്യരുത്. നമുക്ക് അവകാശപ്പെടാത്തത് തിരിച്ചു കൊടുക്കണം കേട്ടോ. ചെറിയ മോഷണവും വലിയ മോഷണവും മോഷണം തന്നെയാണ്. ചെറിയ വസ്തുക്കൾ കട്ട് ശീലിച്ചവരാണ് പിന്നീട് വലിയ കള്ളന്മാരാകുന്നത്. ആന കട്ടവനും അടക്ക കട്ടവനും കള്ളൻ തന്നെ. ഉസ്താദേ, ഒരു 5 റുപ്യേൻ്റെ പെൻസിലിൻ്റെ പൊട്ട് കട്ടെടുത്താലിപ്പോൾ ആ കുട്ടിയെ കക്കല്ലേ? നമുക്ക് ആവശ്യമുണ്ടോ ചോദിക്ക്. അവൾ തരുന്നില്ലേ? ഉസ്താദിനോട് പറ, ഉസ്താദിൻ്റെ കീസിലുള്ള 5ഉം 10 റുപ്യൊക്കെ ഉസ്താദിക്ക് തരും പെൻസിൽ വാങ്ങാൻ. കക്കാൻ പാടില്ല. ചെറുതും വലുതും ഒന്നും കക്കാൻ പാടില്ല. ഒരു പെട്ടെന്ന് നമുക്ക് ഒരു എഴുതാൻ പേപ്പർ വേണം. നമ്മളിങ്ങനെ ആരും നോക്കി കാണില്ല, നമ്മളടുത്തും ഇല്ല. അപ്പോൾ നമ്മൾ മറ്റോടെ നോട്ട് ബുക്ക് തുറന്നും കണ്ട് നല്ലൊരു പേപ്പറാണ് ചീന്തി അടച്ചോ കണ്ടിട്ടില്ല. കളവല്ലേ അത്? പാടില്ല. ഇസ്ലാം പറയാൻ പാടില്ല. പിന്നെ
വരുമ്പോൾ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എനിക്കൊരു കടലാസ് തരുമോ, ഒരു പേജ് തരുമോ, എനിക്കൊരു കാര്യം എഴുതാനാണ്. ഓൻ തരും. ഒന്നില്ല തരുന്നോട് വെച്ചുകൊണ്ടിച്ച് എല്ലാവരും പൊരേമാർക്ക് അത് കക്കാൻ പറ്റൂല, നമുക്ക് മോഷ്ടിക്കാൻ പറ്റൂല. ലാ യസിരിഖു ഹീന യസിരിഖു വഹുവ മുഅ്മിനൂൻ. വിശ്വാസിയായിരിക്കെ ഒരാൾക്കും മോഷ്ടിക്കാൻ കഴിയില്ല. മോനെ മോളെ, നീ മോഷ്ടിക്കുന്നവളാണെങ്കിൽ നീ വിശ്വാസിയല്ലെന്നാണ് അതിനർത്ഥം. വിശ്വാസിയായിരിക്കെ മോഷ്ടിക്കാൻ കഴിയില്ല. ഇനി തദ്രീബാത്ത് ഉണ്ട്. തദ്രീബാത്ത് നല്ല രസമുള്ള തദ്രീബാത്ത്. നഖറഉ വനഫ്ഹമു, വായിച്ചിട്ട് മനസ്സിലാക്കാൻ. നിങ്ങൾ വായിക്കണം കേട്ടോ. ഇഖാബത്തുൻ, ശിക്ഷ. മർഅത്തുൻ, സ്ത്രീ. മാലുൻ, സ്വത്ത്. ഹദ്ദുൻ, ശരീഅത്തിൽ ഒരു കുറ്റത്തിൽ നിശ്ചയിച്ച ശിക്ഷ. ഹദ്ദ് പറഞ്ഞാൽ ഒരു തെറ്റ് ചെയ്താൽ ഇസ്ലാം മതത്തിൽ നിശ്ചയിച്ച ശിക്ഷനെ പറ്റിയാണ് ഹദ്ദ് പറയുക. അൽ മുഅ്മിൻ ലാ യസിരിഖു, സത്യവിശ്വാസി മോഷ്ടിക്കുകയില്ല. ഹെഡിങ്ങിൻ്റെ അർത്ഥമാണത്. ഇർളുൻ, അഭിമാനം. സരിഖത്തുൻ, മോഷണം. അമാനത്തുൻ, വിശ്വസ്തത. നിനക്കുതശിഫോ, ആന കട്ടവനും അടക്ക കട്ടവനും കള്ളൻ തന്നെ. ഇതൊരു പഴഞ്ചൊല്ലാണ്. 5 പഴഞ്ചൊല്ലുകൾ കണ്ടെത്തുക. 5 പഴഞ്ചൊല്ല്, ഇഷ്ടംപോലെ പഴഞ്ചൊല്ല്. അമ്മയോട് ചോദിച്ചു നോക്ക്, അമ്മച്ചി ഇങ്ങനെ പറഞ്ഞു തരും. പ്രായമുള്ള അമ്മമാരോട് വെച്ചിടും. നിങ്ങളെ അമ്മച്ചികളെ പറഞ്ഞോളണമെന്നില്ല. നിങ്ങളെ അമ്മച്ചൊക്കെ ന്യൂ അല്ലാത്ത ആൾക്കാരുണ്ട്, പഴയ ആൾക്കാർ. ഉമ്മമാരോട് ചോദിച്ചു നോക്കുന്നുണ്ട്. ഇപ്പം അമ്മമാരോടും അയലോക്കത്തൊക്കെ വലിയ ചേച്ചിമാരൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചു നോക്കുന്നുണ്ട്. വയസ്സായ ആൾക്കാർ പയ്യൻ പോയി നിങ്ങൾക്ക് ഡസക്കണക്കിനൊരു പറഞ്ഞു, കൊട്ട നിറച്ച് പറഞ്ഞു തരും. നമുക്ക് നോക്കിയാ 5 എണ്ണം പറയാനാ പുസ്തകത്തിൽ ആവശ്യപ്പെട്ടത്. വിത്തുഗുണം 10 ഗുണം, വിത്തുഗുണം 10 ഗുണം. നല്ല വിത്തിൽ നിന്ന് നല്ല വിളവ് ലഭിക്കുള്ളൂ. അതാണ് വിത്തുഗുണം 10 ഗുണം. നല്ലത് നട്ടെങ്കിൽ നല്ലത് കിട്ടുള്ളൂ. കിണറ്റിലെ തവള പോലെ, പഴമൊഴി. കിണറ്റിലെ തവള പോലെ എന്നുവെച്ചാൽ ലോകവിവരമില്ലാത്ത അവസ്ഥ. കിണറ്റിലെ തവള മാരിക്കാണ്, ഒരു വിവരവും ലോകവിവരവും ഇല്ല. 3 ആയമറിയാതെ കാൽ നീട്ടരുത്. ആയമറിയാതെ കാൽ നീട്ടരുത് എന്നുവെച്ചാൽ ചിന്തിക്കാതെ ഒരു കാര്യത്തിലും ഇറങ്ങി പുറപ്പെടരുത്. ഒരാൾ മൈക്കിൽ, ഓരോ നാട്ടുകാരെ കൂട്ടുകാരെ, ഒരു കാര്യം പറയട്ടെ. ഞങ്ങളെ വീട്ടിലെ കാള പ്രസവിച്ചിരിക്കുന്നു, കയറില്ലാണ്ട് ബുദ്ധിമുട്ടുകയാണ്, സഹായിക്കണേ. അപ്പോൾ കയറും കൊണ്ട് ഇങ്ങനെ വണ്ടിച്ചില്ല. എന്ത് ചെയ്യാടാ? എൻ്റെ കാള പ്രസവിച്ചില്ലേ, കെട്ടാനാണ് കയറ്. ഓൻ്റെ ബടുവോ, കാള പ്രസവിക്കുമോ? ഇപ്പം ചിന്തിക്കാണ്ടൊരു കാര്യത്തേക്ക് ഇറങ്ങാൻ പറയുമ്പോൾ ചിന്തിച്ചിട്ട് പറയണോ. മുറ്റത്തെ മുല്ലക്ക് മണമില്ല, മുറ്റത്തെ മുല്ലക്ക് മണമില്ല. അടുത്തുള്ളതിൻ്റെ വില തിരിച്ചറിയാതിരിക്കുക. നമ്മൾ എടുത്ത് വല്ല പാട്ടുകാരൊക്കെ ഉണ്ടാവും, നമ്മൾ അവളൊന്നും മെയിൻ്റാകും, ഞങ്ങൾ അപ്പുറത്ത് പോകും. മുറ്റത്തെ മുല്ലക്ക് മണമില്ല, അടുത്തുള്ളതിൻ്റെ വില തിരിച്ചറിയാതിരിക്കുക. ഇനി 5-മത്തത്, ആഗ്രഹമുണ്ടെങ്കിൽ വഴിയുമുണ്ട്. മനസ്സുണ്ടെങ്കിൽ ലക്ഷ്യം നേടാൻ. ആഗ്രഹമുണ്ടോ, വഴിയുണ്ട്. ഉസ്താദേ പഠിച്ചിട്ട് പഠിയില്ല, നമുക്ക് പഠിക്കാൻ ബോധ്യമുണ്ടല്ലോ, ഇരുന്ന് പഠിച്ചൊക്കെ പഠിക്കും. ഓൻ പഠിച്ചിട്ടില്ലല്ലോ, മറ്റോൾ പഠിച്ച് ഞാനും അതല്ല. എനിക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടോ? എക്സാമിലൊക്കെ 100ക്ക് 100 മാർക്കും ആഗ്രഹമുണ്ടോ? ഇരുന്നാൽ പഠിച്ചൂടെ? ആഗ്രഹം ഉണ്ടെങ്കിൽ വഴിയുണ്ട്. എല്ലാ കാര്യം അങ്ങനെ തന്നെ. അപ്പം 5 പഴമൊഴി ആയിട്ടോ. ഇനി പറ്റാ പറയാം. നുബയ്യുനു സിയാഖ്, സന്ദർഭം വിവരിക്കുക. സന്ദർഭം എന്താണ്, ഈ സംഭവമൊക്കെ ഉണ്ടാകാനുള്ള കാരണം എന്താണ്? അല്ലാഹു നീ കാക്കണേ അല്ലാ, മുഹമ്മദിൻ്റെ മകൾ ഫാത്തിമയാണ് കട്ടതെങ്കിലും ഞാൻ അവളുടെ കൈമുറിക്കുമെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ കാരണമെന്ത്? മഖ്സൂം ഗോത്രക്കാരിയായ ഒരു സ്ത്രീ കളവ് നടത്തി. അവളെ ശിക്ഷിക്കാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത് ആ ഗോത്രക്കാരെ വിഷമിപ്പിച്ചു. അവർ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹജനായ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ചു. ശിക്ഷയിൽ ഇളവ് വരുത്താൻ അപേക്ഷിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണിത്. ഇനി സെൻറ്റൻസ് വാക്യം ഉണ്ടാക്കാൻ, നുൻഷി ഉൽ ജുമൽ, വാക്യങ്ങൾ ഉണ്ടാക്കാനും.
അപമാനം. നയിക്കാണി നിങ്ങൾക്ക് പറയാം ഞാൻ അപമാനം ഭയപ്പെടുന്നു ഒക്കെ പറയാം. അവൾ അപമാനപ്പെട്ടൊക്കെ ഞാൻ ഒന്ന് അഞ്ചെണ്ണം ഉണ്ടാക്കി, നിങ്ങൾക്ക് വേറെ വേറെ ഉണ്ടാക്കട്ടോ. മഖ്സൂം അപമാനം ഭയപ്പെട്ടു. മഖ്സൂം ഗോത്രം അപമാനം ഭയപ്പെട്ടു. സത്യസന്ധത, നാം എപ്പോഴും സത്യസന്ധത കൈക്കൊള്ളണം. മഹാപാപം, മോഷണം ഒരു മഹാപാപമാണ്. ആ മഹാ എന്നത് പോയിക്കണ്ടോ, അലിഫിൻ്റെ മുമ്പാണ് ഹാ വരണ്ടത്, തെറ്റിപ്പോയി എഴുതിയപ്പോൾ. കൈക്കലാക്കുക, അനർഹമായി ഒന്നും കൈക്കലാക്കരുത്. പിന്നെ സ്നേഹഭാജനം. ഉസാമ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹഭാജനമായിരുന്നു. ഇങ്ങനത്തെ മക്കളെ ഇന്നവിടെ നമുക്ക് നഖ്റഉ വ നൻസഖുവാണ്. നിൻ്റെ കുട്ടികൾ ഓരോന്ന് വായിച്ചിട്ട് അവിടെ എഴുതണം. വായിച്ചുങ്ങാണ്ട് എഴുതുക. എങ്ങനെ എഴുതുക? മഹാപാപം, അതേമാതിരി വലിയ പാപം ഉണ്ട്. എഴുതുക മഹാപാപം എന്ന് എഴുതുക, വലിയ പാപം ഇപ്പുറത്തേക്ക് എഴുതുക. മഹാസമ്മേളനം, വലിയ സമ്മേളനം ഇപ്പുറത്തേക്ക് എഴുതുക. ഈ മഹാ പറഞ്ഞ വലിയ എന്നർത്ഥം. മഹാവിപത്ത്, വലിയ വിപത്ത്. മോഷ്ടാവ് പറഞ്ഞാൽ കള്ളൻ ഇപ്പുറത്തേക്ക് എഴുതുക. അതേമാതിരി തന്നെ നിന്യത പറഞ്ഞ ആക്ഷേപം, അപമാനം എന്നൊക്കെ അർത്ഥം. എന്താ അപമാനം പറഞ്ഞാൽ മാനക്കേട്, ഇതൊക്കെ ഇതേമാതിരി ഇപ്പുറത്തേക്ക് എഴുതുക. ഇവിടെ എങ്ങനെ എഴുതും അതേമാതിരി നിങ്ങൾ അപ്പുറത്തേക്ക് എഴുതട്ടോ വായിച്ചിങ്ങാണ്ട്. ഇനി പൂരിപ്പിക്കാനാ നുജീബ് ഉത്തരം പറയാനാ. ഉത്തരം എഴുതിയാൽ മതി, ഉത്തരം പറയേണ്ട ഉത്തരം എഴുതിയാൽ മതി. എന്താ ഉത്തരം എഴുതേണ്ടത്? പൂർവീകരെ അള്ളാഹു നശിപ്പിക്കാൻ കാരണമെന്ത്? അവരുടെ അനീതിയാണ് അവരെ നശിപ്പിച്ചത്. മാന്യന്മാർ മോഷ്ടിച്ചാൽ അവരെ വെറുതെ വിടും. ബലഹീനർ മോഷ്ടിച്ചാൽ അവർക്കെതിരെ ശിക്ഷ നടപ്പാക്കുകയും ചെയ്യും. പിന്നെ അത് മഹാപാപമാണ്. ഏത്? മോഷണം. 3. സത്യസന്ധത പാലിക്കണം ഏതിലെല്ലാം? സാധനങ്ങൾ വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും മറ്റു ഇടപാടുകൾ നടത്തുമ്പോഴും. 4. ആന കട്ടവനും അടക്ക കട്ടവനും കള്ളൻ തന്നെ. ആശയമെന്ത്? ചെറിയ മോഷണവും വലിയ മോഷണവും മോഷണം തന്നെയാണ്. ചെറിയ വസ്തുക്കൾ മോഷ്ടിച്ച് ശീലിച്ചവരാണ് പിന്നീട് വലിയ കള്ളന്മാരാകുന്നത്. 5. സത്യവിശ്വാസി മോഷ്ടിക്കുകയില്ല. ആരാണ് ഇത് പറഞ്ഞത്? നബിയുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 6. മോഷ്ടാവിന് ഈ ലോകത്ത് എന്താണ് ലഭിക്കുക? നിന്യതയും അപമാനവും. അല്ലാ, ഇങ്ങോട്ട് ചോദ്യം. വഴിയിൽ നിന്ന് ഒരു പൈസ കളഞ്ഞു കിട്ടിയാൽ നിങ്ങൾ എന്തു ചെയ്യും? വഴിയിൽ നിന്ന് പൈസ കളഞ്ഞു കിട്ടിയാൽ അത് സ്വന്തമാക്കാതെ അധ്യാപകരെയോ മുതിർന്നവരെയോ ഏൽപ്പിക്കും. അതല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലോ വഴിയിൽ കാണുന്ന ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിച്ച് ഉടമസ്ഥനെ കണ്ടെത്തി തിരികെ കൊടുക്കും. നല്ല കുട്ടി അങ്ങനെയാകണം. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത്ത് ഹീലതി അദിരിക്നി. പടച്ചോനെ, നീ തന്നതാണ് ആരോഗ്യം, നീ തന്നതാണ് ആഫിയത്ത്, നീ തന്നതാണ് ഒഴിവ് സമയം. ഈ പറഞ്ഞതൊക്കെ നീ സ്വീകരിക്കണേ അല്ലാഹ്, കേട്ടത് സ്വീകരിക്കണേ അല്ലാഹ്. ഹബീബ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിരു ഹളറത്തിലേക്ക് മിസ്ലി സവാബ് എത്തിക്കണേ അല്ലാഹ്. അവിടുത്തോടുള്ള ഇഷ്ടം ഖൽബിനുള്ളിൽ ഏറ്റിത്തരണേ അല്ലാഹ്. പടച്ചോനെ, മിസ്ലി സവാബിനെ മൺമറഞ്ഞു പോയ ഉമ്മമാരെ, ഉപ്പമാരെ, വല്ലിപ്പമാരെ, വല്യുമ്മമാരെ, ഉസ്താദുമാരെ, മശായിഖുമാരെ ഖബറിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അവരെ ഖബറ് വിശാലാക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക്, ഞങ്ങളെ ഉമ്മ ഉപ്പ ഉസ്താദുമാർക്ക്
എല്ലാ ദോഷങ്ങളും പൊറുക്കണേ അല്ലാഹു. രോഗം മാറ്റണേ അല്ലാഹു. കടങ്ങൾ സലാമത്താക്കി തരണേ അല്ലാഹു. റബ്ബേ ഞങ്ങളെയൊക്കെ നന്നാക്കി തരണേ അല്ലാഹു. മൂമിനായി ജീവിച്ച് മൂമിനായി മരിക്കുന്ന സ്വർഗാവകാശികളിൽ പെടുത്തണേ അല്ലാഹു. മോഷ്ടിക്കാത്തവരായി, കളവ് പറയാത്തവരായി, മറ്റുള്ളവരെ ശാരീരികമായോ മാനസികമായോ സാമ്പത്തികമായോ കഷ്ടപ്പെടുത്താത്തവരായി, നല്ലവരായി സൽസ്വഭാവികളായി ജീവിക്കാൻ ഞങ്ങൾക്കും ഞങ്ങളെ മക്കൾക്കും ശിഷ്യന്മാർക്കും നീ തുണകൂട്ടണേ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.